മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം കൂടുകയാണ്. മുല്ലയാറും പെരിയാറും ചേരുന്ന സ്ഥലത്ത് 1895 നിർമ്മിച്ച ഡാമാണിത്. അന്ന് 50 വർഷത്തെ കാലാവധി പഴക്കം ഉണ്ടായാൽ ഡാം മാറ്റി പണിയണം എന്നാണ് അന്നത്തെ ആ ഡാം പണിത സമയത്തുള്ളവരുടെ ഉപദേശം. ഇതിപ്പോൾ ഇത് 125 വർഷം 126 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു മെയ്സണറി ഡാമാണ്. ഇന്നോളത്തെ ആധുനിക ടെക്നോളജി ഒന്നുമില്ല. പഴയ ടെക്നോളജിയിൽ മെയ്സണറി ഡാം പണിതതാണ്. ഏകദേശം 126 വർഷം കടന്നുപോയിരിക്കും. ഗ്യാരണ്ടി പീരീഡും കഴിഞ്ഞ് വീണ്ടും ഒരു 50 വർഷം കഴിഞ്ഞു. വീണ്ടും ഒരു പകുതി വർഷം കൂടെ കഴിഞ്ഞു. ഇത് ഡാമിന് സുരക്ഷിതത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കമ്മിറ്റി സുപ്രീം കോടതി ഡയറക്ഷൻ കൽവിൻ അക്കർ അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ രൂപീകരിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെ കർഷകർ ഇപ്പോൾ ഒരു പ്രക്ഷോഭണം തുടങ്ങിയിരിക്കുന്നു. തമിഴ്നാട്ടിലേക്ക് മുല്ലപ്പെരിയാറിന് വെള്ളം കൊണ്ടുപോകുന്നത് അവിടുത്തെ കുടിവെള്ളത്തിനും കൃഷിക്കുമാണ്. ഈ ഡാം പണിത് വെള്ളം മുഴുവൻ ഉപയോഗിക്കുന്നത് തമിഴ്നാട് തന്നെയാണ്. കേരളത്തിന് അതിന് തടസ്സവുമില്ല. കേരള അതിർത്തിയിൽ തന്നെ പണിത ഡാമാണിത്. പക്ഷെ ഇതിന്റെ സുരക്ഷിതത്വത്തിന് പ്രശ്നമുണ്ടെന്ന് വർഷങ്ങളായി കേരളം സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സുപ്രീം കോടതി അതിന് ഒരു കമ്മീഷനെ രൂപീകരിച്ച് തമിഴ്നാട്ടിലെ ചീഫ് എഞ്ചിനീയർമാരും കേരളത്തിലെ ചീഫ് എഞ്ചിനീയർമാരും ഡാം എക്സ്പെർട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അവർ ഇതിന് ഈ കമ്മിറ്റി കൂടെ ഡാം പരിശോധിച്ച് അതിൻ്റെ ബലത്തെപ്പറ്റി വിലയിരുത്തണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മിറ്റി ചേരും, അവരത് പരിശോധിക്കും. അങ്ങനെയാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ച് വെച്ചിട്ടുണ്ട്. കേരളത്തിലെ എതിരെ പ്രക്ഷോഭം നടക്കുന്ന തമിഴ്നാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ കേരളത്തിന് ഈ ഡാം പൊളിച്ച് ഇത് കളഞ്ഞ് അവിടെ പുതിയൊരു ഡാം പണിയണം. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് അപകടകരമാണ് 126 വർഷം പഴക്കമുള്ള ഈ ഡാം എന്ന് സുപ്രീം കോടതി നമ്മൾ കൊടുത്തു. അതിനെതിരായിട്ട് തമിഴ്നാടും ഓരോരോ സന്ദർഭത്തിൽ ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഡാം സുരക്ഷിതത്വത്തിന് ത്രെട്ടുണ്ടെന്ന് കേരളത്തിന്റെ വാദം കേട്ടപ്പം അതിനൊരു കമ്മിറ്റിയെ രൂപീകരിച്ച് ആ കമ്മിറ്റി കൂടെ ഡാം പരിശോധിക്കണം. പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത്, ഡാമിൽ വെള്ളം കൂടുന്ന സമയത്ത്, മറ്റേതെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞാൽ ആ സമയത്ത് അടിയന്തരമായി കൂടാനൊക്കെ ഇടപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കമ്മിറ്റി കൂടുന്നുമുണ്ട്. ഇപ്പോഴേ കേരളത്തിന്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉള്ള ശ്രമത്തിന് വിഘാതമായി തമിഴ്നാട് നിൽക്കുന്നത് കൊണ്ട് സുപ്രീം കോടതിയിൽ ഓരോ സന്ദർഭവും കേസുകളും മാറ്റി വെച്ച് ഡിലേ ടാക്ടിക്സ് അവർ നടത്തുകയാണ്. ഏതായാലും ഇന്നലെ അവർ ഡൽഹിയിലെ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അപ്രൈസൽ കമ്മിറ്റി യോഗം വീണ്ടും കൂടാനായിട്ട് തീരുമാനിച്ചിരുന്നു. അത് ചൊവ്വാഴ്ച ഇന്നത്തെ ദിവസത്തിനാണ് വെച്ചിരുന്നത്. ഇവിടുത്തെ ചീഫ് എഞ്ചിനീയറും ഇവിടുത്തെ ഡാം സേഫ്റ്റി, ഇവിടുത്തെ വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ ഡാമിന്റെ ഡയറക്ടറും ഉൾപ്പെടെയുള്ളവരെല്ലാം ഡൽഹിയിൽ ചെന്നിരുന്നു. തമിഴ്നാടിന്റെ ആവശ്യപ്രകാരം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അപ്രൈസൽ കമ്മിറ്റി യോഗം മാറ്റിവെച്ചു എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. കേരളം തമിഴ്നാടിന്റെ ഈ ഒരു ടാക്ടിക്സ് കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട്, കാലാവധി കഴിഞ്ഞ ഡാമാണ് അവിടെ നിൽക്കുന്നത് കൊണ്ട് കേരളം പുതിയൊരു തന്ത്രം സ്വീകരിച്ചു. ഈ ഡാമിന് താഴെ കേരളം ഒരു പുതിയ ഡാം പണിയാനായിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ താഴെ കേരള അതിർത്തിയിലൊരു ഡാം പണിത് അവിടുന്ന് വരുന്ന വെള്ളം തടഞ്ഞ് നമ്മുടെ അപകടം ഒഴിവാക്കാനുള്ള ശ്രമം കേരളം നീങ്ങിക്കഴിഞ്ഞു. 2015 പരിസ്ഥിതി ആഘാതം എത്രമാത്രം ഇത് ഉണ്ടാക്കും അതിനുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി ഇത് പരിശോധിക്കണമെന്ന് 2015 അങ്ങനെ പരിശോധിച്ചാൽ സുപ്രീം കോടതി വിധി നൽകുകയും ചെയ്തതാണ്. എന്നാൽ പരിസ്ഥിതി പഠനത്തിനുള്ള ടേംസ് ഓഫ് റെഫറൻസ് അംഗീകരിച്ചിട്ടില്ല എന്നൊരു വാദഗതിയാണ് സ്റ്റാലിൻ്റെ ഗവൺമെന്റ് ഇപ്പം സുപ്രീം കോടതിയിൽ അവർ പ്രതിരോധത്തിന് വേണ്ടി അവർ ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഡാമിന്റെ സേഫ്റ്റിയെ സംബന്ധിച്ച് കൂടെ വിലയിരുത്തേണ്ട ആ ഒരു കമ്മിറ്റിയുടെ യോഗം കൂടെ ഇപ്പം തമിഴ്നാടിന്റെ ആവശ്യപ്രകാരം ഇന്ന് മാറ്റിവെച്ചിരിക്കുന്നതാണ്. അതായത് ഒരു നല്ല ശുഭകരമായ ഒരു ലക്ഷണമല്ല കാണിക്കുന്നത്. തമിഴ്നാട്ടിലെ മുല്ലപ്പെരിയാറിലെ 138 അടി വെള്ളം ഇപ്പോൾ ഉണ്ട്.
4 അടിയുടെ കൂടെ വെള്ളം തുറന്നു വിടേണ്ടി വരും. 142 അടി കൂടുതൽ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ഇരു കൂട്ടരും സമ്മതിച്ച കാര്യമാണ്. എങ്കിലും 138 അടിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വെള്ളം തുറന്നു വിടേണ്ട സമയമാകും. നമുക്ക് ഇടുക്കി പദ്ധതി കൂടാതെ ചെറുതോണി ഡാമുണ്ട്. 2 ഡാമാണ് ഇടുക്കി പദ്ധതിയിലുള്ളത്. ഒന്ന് ആർച്ച് ഡാം, അത് പൈനാവിലുള്ളത്. അതിനുശേഷം മറ്റൊരു ഡാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറുതോണിയിലുണ്ട്. ഈ 2 ഡാമാണ് ഇടുക്കി പദ്ധതിയിലെ ജലം തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും അപകടം ഉണ്ടായാൽ ഈ വെള്ളം മുഴുവൻ ഒഴുകി ഇടുക്കി ഡാമിൽ അത് കൺസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അവിടെ വെള്ളം കുറവാണെങ്കിൽ. പക്ഷേ ഡാമേജ് ധാരാളം ഉണ്ടാകും. ആ മുല്ലപ്പെരിയ ഡാം മുതൽ ആ തേക്കടി അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിപ്പെരിയാർ ഇങ്ങോട്ട് വരുന്ന അയ്യപ്പൻകോവിൽ ഉപ്പുതറ വരെ ഒഴുകുന്ന ജലം ഇരുകരകളിലും താമസിക്കുന്നവർക്ക് വലിയ അപകടം ഉണ്ടാക്കും. ഇരുകരകളിലും താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളും കൃഷികളും ഒക്കെ നശിക്കാം. ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് നമ്മളൊരു പുതിയ ഡാമിനുള്ള പണിയാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. ആ പരിസ്ഥിതി ആഘാതത്തിന്റെ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 6-8 വർഷം വേണം ഈ പുതിയ ഡാം പണിയാൻ എന്നാണ് കണക്കുകൂട്ടിയിരിക്കുന്നത്. എന്നാൽ 6 വർഷത്തിനകം തീർക്കാമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ കേരള സർക്കാരിന്റെ ജലസേന വകുപ്പിലെ ചീഫ് എഞ്ചിനീയർ പ്രിജേഷും അതിന്റെ ഡയറക്ടർ ശ്രീദേവിയും ഡൽഹിയിൽ എത്തിയിരുന്നു. പക്ഷെ അവർ ഇനി മടങ്ങേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ 9 ഷട്ടർ ആണ് എപ്പോഴും അടിയന്തരമായിട്ട് മുല്ലപ്പെരിയാർ ഡാമിൽ തുറക്കുന്നത്. കാരണം ഇപ്പം ഈ ഒരു വേനൽക്കാല മഴയാണെങ്കിലും 31-ാം തീയതി വരെ അതിശക്തമായ മഴ കേരളത്തിലും തമിഴ്നാടിന്റെ ബോർഡറിലും വീണുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇനി മഴക്കാലം വരികയാണ്. അതുകൊണ്ട് ഡാം കൂടെ തുറക്കേണ്ടി വരും. ഡാമിന്റെ സേഫ്റ്റി നോക്കിക്കഴിയുമ്പം പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് വളരെയധികം ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അറിയാം, ലോകത്തിലെ പല ഡാമുകളും കാലഹരണപ്പെട്ട് അതിന്റെ ടൈം കഴിഞ്ഞിട്ട് പൊട്ടിപ്പോയി വളരെയധികം ആൾക്കാർ മരണപ്പെട്ടതും കൃഷികൾ നശിച്ചതും ആ ഏരിയയിലെ മുഴുവൻ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ നശിച്ചു പോയത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് കേരളം സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡാം മാറ്റി പണിതണം. തമിഴ്നാട് അത് ശക്തമായി എതിർക്കുന്നതുകൊണ്ട് അതിൻ്റെ താഴെ നമ്മൾ 1-2 കിലോമീറ്റർ താഴെ നമ്മൾ ഡാം പണിയാനുള്ള ശ്രമത്തിലാണ്. നമുക്ക് ഈ അടുത്ത കാലത്ത് സിക്കിമിലെ ഒരു ഡാമാണ്, ചുങ്കത്താങ് ഡാമാണ് പൊട്ടി വളരെയധികം അപകടം ഉണ്ടായി. അത് കാലാവധി കഴിഞ്ഞ ഒരു ഡാമാണ്. അതുപോലെ ആഫ്രിക്കയിലും വലിയധികം 2,30,000 പേര് മരിച്ചെന്നാണ് പറയുന്നത്. അവിടുത്തെ ഒരു ഡാം പൊട്ടിയിട്ട് ബാങ്ക്വായി വേ എന്ന ഒരു ഡാം പൊട്ടിയിട്ടാണ് ആ അപകടം ഉണ്ടായത്. ലോകത്തിലെ പല സ്ഥലങ്ങളിലും കാലാവധി കഴിഞ്ഞ ഡാമുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതേതായാലും നമുക്ക് രാമതിന്റെ സുരക്ഷിതത്വത്തിന് ത്രെട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ഡാമിന്റെ താഴെ പുതിയ ഡാം പണിതെങ്കിൽ മാത്രമേ നമുക്ക് അതിന് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. തമിഴ്നാട് ഏത് പ്രക്ഷോഭണം നടത്തിയാലും ശരി, അവരുടെ കുടിവെള്ളത്തിനും അവരുടെ കൃഷിക്കും നമ്മൾ മുല്ലപ്പെരിയാർ ഡാമുമല്ല, ഇപ്പം പുതിയതായിട്ട് പണിയുന്ന ഡാമിലെയും വെള്ളം എത്തിക്കാനായിട്ട് നമ്മൾ റെഡിയാണ്. കാരണം നമുക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട്. അത് ഭൂരിപക്ഷം വെള്ളം കടലിൽ ഒഴുകി പോകുന്നതാണ്. നമ്മുടെ അടുത്തുള്ള സംസ്ഥാനത്തിന് വെള്ളം കൊടുക്കുന്നതിന് ഒരു തടസ്സവും ഇല്ലാന്ന് പല പ്രാവശ്യം അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ചിലയിൽ വേണേൽ നമ്മൾ ഈ താഴത്തെ ഡാം കെട്ടിക്കോളൂ എന്ന് വരെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും തമിഴ്നാടിന്റെ താല്പര്യം മുല്ലപ്പെരിയാർ ഡാം നിലനിർത്തണം. അതിലെ ഒരു അപകടം ഉണ്ടായാൽ അവർക്കൊന്നും സംഭവിക്കില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അവിടുന്ന് കൊച്ചി വരെയുള്ള ആ ഡാമിന്റെ ഈ വെള്ളം അത് ഇടുക്കി ഡാം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം ക്രമാതീതമായി തുറന്നു വിടേണ്ടി വരും ഈ വെള്ളം ഉൾക്കൊള്ളുമ്പോൾ. അതുകൊണ്ട് പൊതുവെ നമ്മൾ അടിയന്തരമായി ഈ പുതിയ ഡാം പണിയുന്നതിനുള്ള നീക്കം നടത്തുന്നതാണ് നല്ലത്.